ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ അടച്ച് ദൈവത്തോട് നന്ദി പറയാം. ഇത്രയും നല്ലൊരു ജീവിതം നമുക്ക് ലഭിച്ചതിന്, നല്ല മാതാപിതാക്കളുടെ ഒരു മകനായി അല്ലെങ്കിൽ മകളായി നമുക്ക് ജനം ലഭിച്ചതിന്, ഒരു ക്രിസ്ത്യാനിയായി ദൈവത്തെ അറിയാൻ ഭാഗ്യം ലഭിച്ചതിന്, ലോകത്തില് ഏറ്റവും വലിയ ഒരു ആവശ്യം നമ്മൾ വിചാരിക്കും വിശക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡാണെന്ന്. എന്നാൽ എൻ്റെ വ്യൂവിൽ അത് നിശ്വാസവായുവാണ്. ഭീകരമായ രീതിയിൽ മഴ പെയ്ത ദിവസം ഞാനും പ്രാർത്ഥിച്ചിരുന്നു, ദൈവമേ ആർക്കൊന്നും വരുത്തരുതേ എന്ന്. എന്നാൽ സ്വസ്ഥമായി ഉറങ്ങിക്കൊണ്ടിരുന്ന കുറേ ആളുകളുടെ ഇടയിലേക്ക് വെള്ളവും ചെളിയും ഒക്കെ കയറി വന്നപ്പോൾ ഇരുട്ടത്ത് എന്ത് ചെയ്യാനെന്ന് ഓർത്ത് അവരും വിറങ്ങലിച്ചു നിന്നു. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് മണ്ണിൽ അടിയിൽപ്പെട്ട് നിശ്വാസവായുവിനു വേണ്ടി അവർ കൈകാലിട്ടിട്ട് അടിച്ചപ്പോൾ അവരും ദൈവത്തെ വിളിച്ചു. ഒരു ഭയാനകമായ സിറ്റുവേഷനാണത്. ആ മരണവും ഒരു ഭയാനകമായ മരണവും. ഒരു നിമിഷം കൊണ്ട് അനാഥരായി പോയ ആ ആൾക്കാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോഴും വീണ്ടും വീടും വീട്ടുകാരെയും നഷ്ടപ്പെട്ട് ആ ഷോക്കില് മുക്തി നേടാതെ അലയുന്ന ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ദൈവം കടന്നു ചെന്ന് അവർക്കൊരു നല്ല മാറ്റത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി എല്ലാവരുടെയും കണ്ണുകൾ തുറക്കാം. ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബറും വ്യൂവറുമായ എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞു. നീ വചനം പറയുന്ന സാറൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് നിന്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് വചനം പറയാനുള്ള യോഗ്യതയില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് വചനം പറയാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് അരൂപിയില്ല. അരൂപിയില്ലാതെ നീ അവിടെ പോയി വചനം പറഞ്ഞാൽ അത് വലിയ തെറ്റാണ്. അതുകൊണ്ട് നീ ഈ പരിപാടി നിർത്തണമെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം നീ ചെയ്യുന്ന ഈ പരിപാടി ക്ഷമിക്കില്ല എന്നും പറഞ്ഞു. അമ്മ എൻ്റെ മുഖത്ത് നോക്കി വേറൊരു കാര്യം കൂടി പറഞ്ഞു, നീ വലിയ ഒരു കള്ളനാണ്. നിനക്ക് ഒത്തിരി പൊയ്മുഖങ്ങളുണ്ടെന്നും അമ്മ പറഞ്ഞു. കാരണം നിന്റെ ഭാര്യയുടെ അടുത്ത് നിനക്കൊരു മുഖം, ഞങ്ങളുടെ അടുത്തൊരു മുഖം, കോളേജിൽ വേറൊരു മുഖം. അമ്മ പറഞ്ഞു, നീ വലിയൊരു കള്ളനാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മുഖങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ നല്ല മകനായും നല്ല മരുമകനായും ഈ ഇടയ്ക്ക് കോളേജിലെ നല്ല ഔട്ട് പെർഫോമൻസിനുള്ള അവാർഡും എനിക്ക് ലഭിച്ചത്. പിന്നീട് ഞാൻ ഇരുന്ന് ചിന്തിച്ചു, എൻ്റെ അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകാതിരിക്കില്ല. അതുകൊണ്ട് ഈ പരിപാടി നിർത്തിയേക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ വന്ന് എൻ്റെ ചാനലിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് ഞാൻ പറഞ്ഞു, ഈ പരിപാടി ഞാൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ് പറഞ്ഞു, സാറിൻ്റെ ഈ സ്പീച്ച് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രയർ ഗ്രൂപ്പിൽ വരുന്നത്. അതുകൊണ്ട് സാറ് നിർത്തിയാൽ ഞങ്ങൾ ഈ പ്രയർ ഗ്രൂപ്പിലേക്കേ വരില്ലായിരുന്നു. അങ്ങനെ അവിടെ ഭീഷണിക്ക് വഴങ്ങിയിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാണ്. അരൂപി ഇത്തിരി കുറവാണ്, അതുകൊണ്ട് എന്ത് നോൺസെൻസ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അരൂപി കുറവുള്ള സാറാണെന്ന് വിചാരിച്ച് അങ്ങ് പുറത്തേക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ ഇടയായി. ആ സിനിമയിൽ നിന്നാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ള ടോപ്പിക്കിനുള്ള സബ്ജക്റ്റ് കിട്ടിയത്. ആ സിനിമയുടെ പേര് നടന്ന സംഭവം. കുറച്ചുനാൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മളെല്ലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നമുക്കൊരു കൂട്ടായിട്ട് ഒരു ഇണയെയും ദൈവം തന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ദൈവത്തിന് പ്രിയപ്പെട്ടവളായും ജീവിക്കുക. വിവാഹത്തെ പറ്റി ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു,
മനുഷ്യൻ ഏകനായിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവനൊരു തുണയായിട്ട് വേണ്ടി ആ സ്ത്രീയെ സൃഷ്ടിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, വിവാഹം എന്ന കൂദാശ വഴി ഒരു പുരുഷനും ഒരു സ്ത്രീയും ഏകദേഹമായി തീരുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യരായിട്ട് വേർപെടുത്താതിരിക്കട്ടെ എന്ന്. നമ്മുടെ ഈ ലോകത്തില് ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവിന് ഭാര്യയെ അറിയില്ല, എന്തൊക്കെയാണ് ഒരു ഭാര്യയ്ക്ക് ആവശ്യം എന്നുള്ളത് ഭർത്താവിനും അറിയില്ല. നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കും, നന്നായിട്ട് പഠിക്കും, നമുക്ക് പഠിത്തത്തിന് ശേഷം നല്ലൊരു ജോലി കിട്ടും. ആ ജോലിയിൽ പക്ഷേ ഒരു നല്ല ഹസ്ബൻഡ് ആവാനും ഒരു നല്ല വൈഫ് ആവാനും നമ്മൾക്ക് ആരും പഠിപ്പിച്ചു തരുന്നില്ല. എല്ലാവരും പറയും ഞാനും ചാടി അതുകൊണ്ട് നീയും ചാട്, എന്നിട്ട് നമ്മളെ അങ്ങ് തള്ളിയിടും. എന്നിട്ട് നമ്മളൊരു ഹെൽപ്പിന് വേണ്ടി അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും അഡ്ജസ്റ്റ് ചെയ്യ് എല്ലാം ശരിയാകുമെന്ന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ വേറെ ഒരു ആളായി മാറും. നമ്മൾ വൈകാതെ നമ്മുടെ പാർട്ട്ണറെ വെറുത്തു തുടങ്ങും. നമ്മൾ നമ്മുടെ പാർട്ട്ണറെ തന്നെ നികൃഷ്ട ജീവിയെന്നും ആ കാലമാണെന്നാണ് എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതം കോഞ്ഞാട്ടിയായി പോയെന്നും ഒക്കെ ചിന്തിച്ചു തുടങ്ങും. ഇതിൻ്റെ ഒക്കെ കാരണം എന്താണ്? നമുക്ക് ഒരു ഭാര്യയുടെ കടമകൾ എന്താണെന്ന് അറിയില്ല, ഒരു ഭർത്താവിന്റെ കടമകൾ എന്താണെന്നും ശരിക്കും വലിയവർക്കും പിടുത്തമൊന്നുമില്ല. അറിയാമെങ്കിൽ അതാരും പറഞ്ഞു കൊടുക്കുകയില്ല. ഞാൻ എൻ്റെ കസിനോട് ചോദിച്ചു എന്തിനാണ് കല്യാണം കഴിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സത്യം, ഇതൊരു നാട്ടു നടപ്പാണ്, നമ്മുടെ സൊസൈറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്കിത് ചെയ്യണം. നല്ല ചെക്കനാണ്, നല്ല പെണ്ണാണ്, അതുകൊണ്ട് നീ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ സ്നേഹമോ? എനിക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഇന്നത്തെ വിഷയം എന്താണെന്നത്. വിവാഹ ജീവിതം സഫലമാക്കാൻ വേണ്ടി ദമ്പതികൾ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി എഫെസ്യസ് ലേഖനത്തിൽ കാണാൻ കഴിയും. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ പോലെ സ്വന്തം ഭർത്താക്കന്മാരെ കീഴടങ്ങി ജീവിക്കുവാൻ. ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യയെയും സ്നേഹിക്കുവാൻ. ഈ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം തന്നെ ആണുങ്ങളെക്കുറിച്ച് സ്ത്രീകൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അവരുടെ പേഴ്സണാലിറ്റി ഒരു പ്രത്യേക രീതിയിലാണ്, അവരുടെ ബ്രെയിനിലെ തിങ്കിങ് ഒരു പ്രത്യേക രീതിയിലാണ്. അവരുടെ തലയിൽ ഒരു കാര്യത്തിനും കമ്പാർട്ട്മെന്റുകളാണ്. ഓരോ കാര്യത്തിനും അച്ഛനോടുള്ള ഇഷ്ടം, അമ്മയോടുള്ള ഇഷ്ടം, എല്ലാത്തിനും ഓരോ കമ്പാർട്ട്മെന്റുകളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ സ്പേസ് ഉണ്ട്, അതനുസരിച്ച് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അവൻ്റെ ഉള്ളിൽ റൊമാൻസും ലവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഹാർഡ് സിറ്റുവേഷനിൽ വന്നപ്പോൾ ഇതെല്ലാം അവന് നഷ്ടപ്പെട്ടു. അവൻ അവൻ്റെ അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. ഭാര്യ പറയുന്നു അമ്മയേക്കാൾ കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ആ ഭാര്യ തോറ്റുപോയേയുള്ളൂ. മിക്ക ഭാര്യമാരുടെയും ഒരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് നല്ല ദിവസങ്ങളൊന്നും ഓർത്തിരിക്കുന്നില്ല, ഞങ്ങളുടെ കല്യാണം എന്താണെന്ന് ഏത് ദിവസമാണ് നടന്നത് പോലും അദ്ദേഹത്തിന് അറിയില്ല, കുട്ടികളുടെ ബർത്ത്ഡേ ഇതൊന്നും എൻ്റെ ഭർത്താവ് ഓർത്തിരിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ആണ്. ശരിയാണ്, എല്ലാ ഭർത്താക്കന്മാർക്കും ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഏതോ ഡേറ്റ്സ് അത്ര തന്നെ, അവർ അതൊന്നും ഓർക്കാനും ശ്രമിക്കാറുമില്ല. സ്ത്രീകൾ പലപ്പോഴും സൈൻ ലാംഗ്വേജിലൂടെയാണ് സംസാരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവർ സൈൻ അല്ലെങ്കിൽ ഒരു ഹിന്റ് കൊടുക്കും. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇത് മനസ്സിലാവുകയില്ല. സ്ത്രീകൾ സാധാരണ പറയുന്നത്, എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ എൻ്റെ അയലക്കത്തെ നമ്മുടെ സുജാതയുണ്ടല്ലോ, അവര് 3ാമത്തെ വെഡിങ് ആനിവേഴ്സറി ഒരു റിസോർട്ടിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഭർത്താവ് ചിന്തിക്കും, അവർക്ക് പൈസ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് അവർ ഈ പ്രാവശ്യം റിസോർട്ടിൽ ആഘോഷിക്കുന്നു. പക്ഷെ ഭാര്യ ഉദ്ദേശിച്ചത് അടുത്ത പ്രാവശ്യത്തെ അവരുടെ കല്യാണത്തിന്റെ വാർഷികം ഒരു റിസോർട്ടിൽ നടത്തണമെന്നാണ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭർത്താക്കന്മാർക്ക് അറിയാന്മാരൊന്നുമല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ,
അതുകൊണ്ട് വെട്ടിത്തുറന്ന് പറയുക, അല്ലാതെ അവർക്ക് മനസ്സിലായില്ല. ഭാര്യമാർ ഭർത്താക്കന്മാരോട് നടന്ന ഒരു സംഭവം അവർ പറയുകയാണെങ്കിൽ, ഒരു പ്രോബ്ലം പറയുകയാണെങ്കിൽ, ആണുങ്ങളുടെ മനസ്സിൽ ആ പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. പക്ഷേ സ്ത്രീകൾ പൊതുവെ ആഗ്രഹിക്കുന്നത് ഭർത്താവ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കണം, അതിനുശേഷം അവളെ ഒന്ന് കൺസോൾ ചെയ്യണം, അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആണുങ്ങളുടെ ബ്രെയിനിൽ പോകുന്നത് ഇവളെന്തോ വലിയ കാര്യം പറയുന്നു, ഇതിന് എത്രയും പെട്ടെന്ന് സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ്. പക്ഷേ ഏറ്റവും സ്ട്രേഞ്ച് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫ്രണ്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ആണ് ഇരുന്ന് കേൾക്കും. അയലക്കത്തെ ചേച്ചിയുടെ പ്രോബ്ലം ആണെങ്കിലും അവൻ ഇരുന്ന് കേൾക്കും. പക്ഷേ സ്വന്തം ഭാര്യയുടെ ഈ കാര്യങ്ങളെല്ലാം അവന് കേട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. പിന്നെ ഭാര്യമാരുടെ ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവ് വേറെ പെണ്ണുങ്ങളെ നോക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ റൂട്ടില് കാറുകൾ പോകുന്നുണ്ടാവും. ആ കാറുകളുടെ പുറകെ ചില പട്ടികൾ കുറച്ചുകൊണ്ട് ഇങ്ങനെ ഓടുന്നുണ്ടാവും. അതിന്റെ അർത്ഥം ആ കാറിന്റെ ഡ്രൈവർ സീറ്റിൽ കയറി നിന്ന് പട്ടിക്കിരുന്ന് ഡ്രൈവ് ചെയ്യണമെന്നല്ല. ഒരു രസം അതിന്റെ പുറകെ പോകുന്നു, അതിന്റെ പുറകെ ഒന്ന് കുറച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും ഭാര്യയും കൂടെ ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ഹോൺ അടിച്ചു. അപ്പോൾ തന്നെ എൻ്റെ ഭാര്യ പറഞ്ഞു, അവൾ അത്ര സുന്ദരിയൊന്നുമല്ല, അവളെക്കാളും നല്ലത് ഞാൻ തന്നെയാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞു, ഇതേപോലത്തുള്ള പെമ്പിള്ളേരെ കാണുമ്പോഴാണ് നിന്നെ അടുത്ത് തോട്ടിലേക്ക് എറിയേണ്ടത്. അപ്പോൾ ആര് പറഞ്ഞു, നിങ്ങൾ എന്തോരം പ്രാവശ്യം എത്രയോ പെണ്ണുങ്ങളെ പോയി കണ്ടിട്ട് അവസാനം ഞാൻ മാത്രമല്ലേ യെസ് പറഞ്ഞോളൂ, ഈ മൊട്ടത്തലയുമായിട്ട് ചെല്ല നിങ്ങൾക്ക് കിട്ടുമെന്ന്. ജീവിതത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നർമ്മം കൊണ്ടുവരിക. എൻ്റെ അമ്മ എപ്പോഴും പറയും, ഞാൻ എൻ്റെ അമ്മയോട് എപ്പോഴും ചോദിക്കും, എനിക്ക് ദീപിക പഡ്കോനെ പോലൊരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞൊരു ഉപായം പറഞ്ഞു. അമ്മ പറഞ്ഞു, നീ ഒരു ഫോട്ടോ എടുക്കുക, ദീപിക പഡ്കോന്റെ ഫോട്ടോ എടുത്ത് റോസിന്റെ മുഖത്ത് ഒട്ടിച്ചു വയ്ക്കുക, എന്നിട്ട് നീ അത് ദീപിക പഡ്കോണ എന്ന് ചിന്തിച്ച് ജീവിക്കുക. ഞാൻ ട്രൈ ചെയ്തു, സംഭവം ക്ലിക്കായി. കാരണം അങ്ങനെയാണ്. ഒരിക്കൽ എൻ്റെ ഭാര്യ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കി, എല്ലാം ചെക്ക് ചെയ്തു, വാട്സപ്പ് ഒക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് എന്നോട് ഭാര്യ പറഞ്ഞു, ഓ നിങ്ങൾ എന്ത് നീറ്റ് മനുഷ്യനാണ്, ഒരു പെൺകുട്ടിയുടെ പോലും ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പിനാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നത്. നീ കണ്ടോ, ഇതിനകത്ത് ഫാദർ ജെറോ പെണ്ണാണ്, രാജീവ് കൂട്ടുകാരൻ പെണ്ണാണ്, അങ്ങനെ നീണ്ടു പോകുന്നു ഈ ലിസ്റ്റ്. പിന്നെ ആണുങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആണുങ്ങളെ അയലക്കത്തെ അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഒരു ഭർത്താവ് വേറൊരു സ്ത്രീയോട് കൂടുതൽ അടുത്ത് പെരുമാറി കഴിയുമ്പോഴത്തേനും ഭാര്യമാരുടെ മനസ്സിൽ സംശയം തുടങ്ങും. ഇവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, ഇവര് നാളെ ഒളിച്ചോടുമോ, ഒളിച്ചോടിയാൽ തന്നെ ഞാനും എൻ്റെ മക്കളും ഇനി എന്ത് ചെയ്യും. സീരിയലും സിനിമകളും ഒക്കെ കണ്ട് മനസ്സ് വിഷമംഗലമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമുണ്ട്. ആ ആയുധം കൊന്തയാണ്. കൊന്തയെടുത്ത് മുട്ടുമേൽ നിന്ന് കൈവിരിച്ച് ഒരു മെഴുതിരിയും കത്തിച്ച് 40 ദിവസം പ്രാർത്ഥിച്ചാൽ എവിടെ എങ്ങനെ പോയ ഭർത്താവിനെ നമുക്ക് തിരിച്ചു കിട്ടും. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, പണ്ട് സണ്ണി ചേച്ചി എറണാകുളം വന്നപ്പോൾ എല്ലാവരും ഓടിപ്പോയി കാണാൻ പോയി. നിങ്ങളെല്ലാവരും ഓർത്തു കാണും, അദ്ദേഹത്തിന്റെ സൗന്ദര്യം കാണാൻ വേണ്ടിയായിരിക്കും ഓടിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ അല്ല. ഞങ്ങൾ ഇംപ്രസ് ആവുന്നത് കേർവ്സിലാണ് അല്ലെങ്കിൽ ഷേപ്പിലാണ്. അതുകൊണ്ട് ഭാര്യമാരെ, നിങ്ങൾ ബി ഇൻ ഷേപ്പ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ എന്നോടൊരു കാര്യം പറഞ്ഞു, ഐ ലവ് യു എന്ന്. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് തിരിച്ചു പറഞ്ഞില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇഷ്ടമല്ലാത്തവരെ പുറകെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് അത് വളരെ കഷ്ടമാണ് എൻ്റെ പൊന്നെ ഇഷ്ടം. എന്നിട്ട് ഭാര്യ എന്നോടൊരു കാര്യം ചോദിച്ചു, എന്നിൽ എൻ്റെ ഭാര്യയോട് ഇഷ്ടം തോന്നാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു,
വളരെ വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു, സാക്രിഫൈസ്. നിന്റെ സുഖങ്ങൾ എനിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക. അങ്ങനെ എൻ്റെ മനസ്സിൽ നീ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത്. ഭാര്യമാരെ, നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിനോട് ട്രീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിട്ട് അഭിനയിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടും. ഇനി എന്നെ പോലെ കുറേ ആൾക്കാരുണ്ട്, പഴയ റിലേഷൻഷിപ്പൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർക്ക് ആ പഴയ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും, ആ പെൺകുട്ടി ഒരു ക്വാളിറ്റി ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. ഭാര്യമാരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ ഭർത്താവിൻ്റെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ഭർത്താവിനെ പ്രചോദിപ്പിച്ചാൽ, ഒരു താങ്ങുതടിയായി അവരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ലഭിക്കും. ഒരിക്കൽ ഇൻഫോസിസ് സ്ഥാപകനായ നാരായണമൂർത്തിയുടെ വൈഫ് ശുഭാമൂർത്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പെൺമക്കളെ, നിങ്ങൾ നല്ല ജോലിയുള്ള, നല്ല കോടീശ്വരനായ US ജോലിയുള്ള ഒരു ചെറുക്കനെ അല്ല ലൈഫ് പാർട്ട്ണറാക്കി നിങ്ങൾ മാറ്റേണ്ടത്. നല്ല വ്യക്തിത്വവും നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവൻ ഒരു പാവപ്പെട്ടവനെയുമാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന പ്രചോദനം കൊണ്ട് അവനെ നിങ്ങൾക്ക് പണക്കാരനാക്കി മാറ്റാം. പക്ഷേ ഒരു പണക്കാരൻ്റെ കയ്യിൽ അവനൊരു ബില്യനെയർ ആയിരിക്കാം, പക്ഷെ അവൻ്റെ ഉള്ളിൽ ക്വാളിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയായി മാറുമെന്ന്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് എബ്രഹാം ലിങ്കൻ. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ഒത്തിരി പ്രാവശ്യം തോറ്റതിന് ശേഷമാണ് അവസാനം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത്. ഇങ്ങനെ തോറ്റു വീട്ടിലെത്തി കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ വൈഫ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 18 പ്രാവശ്യം തോറ്റിട്ടാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായി മാറുന്നത്. ഭാര്യമാരോട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ലോകത്തില് കുറച്ച് ദിവസങ്ങൾക്ക് ഒരു കൂട്ടായിട്ട്, ഒരു തുണയായിട്ട് ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങളുടെ ഭർത്താവ്. അവന് ഒത്തിരി ന്യൂനതകളുണ്ട്. നിങ്ങളെ സ്നേഹത്തിന്റെ അടിമയാക്കി അവനെ നിങ്ങൾ മാറ്റണം. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ സ്നേഹത്തിന്റെ അടിമയാക്കി അവനെ മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് അവനെ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെ കേട്ട് ചേട്ടന്മാരെ സുഖിച്ചിരിക്കുക. ഇനി നിങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. ഇനി ആണുങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളൊരു ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനുമായിട്ട് മാറിയിരിക്കണം. നിങ്ങൾ കുട്ടികളോട് ഇടപഴകുമ്പോൾ കുട്ടികളെ പോലെ അവരുടെ ഒപ്പം ഇരുന്ന് കളിച്ച് ചിരിച്ച് ഇടയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നിങ്ങൾ അവരുടെ കൂടെ കുട്ടികളെ പോലെ പെരുമാറണം. നിങ്ങൾ ലക്ഷങ്ങൾ മേടിക്കുന്ന ഒരാളാകാം, നിങ്ങൾക്ക് സൊസൈറ്റിയിൽ വളരെ വലിയ പദവി ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളൊരു ഭർത്താവാണ്, നിങ്ങളൊരു അച്ഛനാണ്. ആ രീതിയിൽ പെരുമാറാവുള്ളൂ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വീടൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി ചിരിക്കുന്ന മുഖത്തോടു കൂടി വെൽക്കം ചെയ്യണം. നമ്മുടെ നാട്ടില് ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരെ ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യും. ഇവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അടിയിലൂടെയും ഇടിയിലൂടെയും എനിക്ക് അവരെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ നന്നാക്കാം. ഭർത്താക്കന്മാരോട് ഒരു പേടിയും അനുസരണയും ഒക്കെ ഉണ്ടാക്കാമെന്നും അവർ വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതാണ് നിങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ മാർക്കൊന്നും മേടിക്കാതെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് അമ്മ എന്നെ അടിച്ചില്ല എന്ന്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ സ്നേഹം കൊണ്ടാണ് വളർത്തിയത്, അല്ലാതെ ശിക്ഷണം തന്നല്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാണ്, എൻ്റെ അമ്മ എന്നെ അടിച്ചിട്ടില്ല. സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ അത് വലുപ്പകാലത്ത് നമുക്ക് തിരിച്ചു കിട്ടും. ആ അമ്മയുടെ സ്നേഹം കാരണമായിരിക്കാം ഞാൻ എപ്പോഴും വഴിതെറ്റാതെ ജീവിക്കുന്നത്. നമുക്ക് ഒരാളുടെ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് ഒരാളുടെ ഹൃദയം കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഇനി ഭർത്താക്കന്മാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ദേഷ്യം വരാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. ആദ്യം മനസ്സിലാക്കുക,
ദേഷ്യം അത് നിങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഞാൻ ലീവിലായിരുന്ന സമയത്ത് എൻ്റെ പെങ്ങളുടെ മോള്, അന്നക്കുട്ടിയുടെ പ്രായമേ ഉള്ളൂ, അവൾ വന്ന് എൻ്റെ അടുത്തിരുന്നിട്ട് ചെവിയുടെ അടുത്ത് ഒരു ടോയ് വെച്ചിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ഞാൻ അവിടുന്ന് അവളോട് ദേഷ്യപ്പെടുകയോ അവിടുന്ന് എണീറ്റ് പോകാൻ പറയുകയോ ചെയ്തില്ല. കുറച്ചു നേരം കഴിഞ്ഞ ശേഷം അവൾ എന്നോട് പറഞ്ഞു, ചാച്ചന് ഭയങ്കര പേഷ്യൻസ് ആണ്. എൻ്റെ അച്ഛൻ്റെ ചെവിയിൽ ഞാനിത് കൊണ്ടുപോയി വെച്ച് 2 സെക്കൻഡിനുള്ളിൽ തന്നെ എൻ്റെ ഫാദർ എനിക്കൊരു അടിയിൽ തന്ന് അവിടുന്ന് എണീപ്പിച്ച് വിട്ടു. എങ്ങനെയാണ് ഈ പേഷ്യൻസ് ഉണ്ടാക്കിയത് എന്ന്. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നമുക്ക് ദേഷ്യമുണ്ട്, അപ്പോൾ നമ്മളെക്കാളും ദേഷ്യം കൂടുതലുള്ള ഒരാളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഷ്യൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കുമെന്ന്. ഭർത്താക്കന്മാർക്ക് ദേഷ്യം വരും, അപ്പോൾ നിങ്ങൾ കടിച്ചു പിടിച്ചിരിക്കുക. രാത്രിയാവുമ്പോൾ ഭാര്യയോട് പറയുക, ഇന്ന് നീ ചെയ്ത കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ചെയ്യേണ്ട രീതി ഇങ്ങനെയായിരുന്നു എന്ന്. എന്നിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക, ആ ഭാര്യയുടെ നിങ്ങളുടെ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുക. അല്ലെങ്കിൽ ആ ചേച്ചി ഒത്തിരി എക്സ്പ്ലനേഷനും ഒത്തിരി കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടുക. ഒരു കുട്ടിയെ നമ്മൾ തല്ലുമ്പോൾ ആ കുട്ടി ആ ടീച്ചറിനോട് ദേഷ്യം സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിന് പകരമായിട്ട് അവനെ വിളിച്ച് സാന്ത്വനപ്പെടുത്തി അവൻ്റെ തെറ്റുകൾ അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് അവനെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് ഇത്തിരി പ്രേസ് ചെയ്ത് അന്നങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവൻ നന്നാവും. അത്രയേ ഉള്ളൂ. അതുപോലെയാണ് ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയെ ഇത്തിരി ഇൻസ്പയർ ചെയ്ത് ഇത്തിരി പ്രേസ് ചെയ്ത് അങ്ങ് വിട്ടാലുണ്ടല്ലോ, അവരെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു നടന്ന സംഭവമാണ്. ഭർത്താവ് ലേറ്റായിട്ട് വീട്ടിലേക്ക് വരുന്നു. അതുകൊണ്ട് ഭാര്യ ഒരു ദിവസം ഒരു ഐറ്റം കാണിക്കാമെന്ന് വിചാരിച്ച് മേത്തേക്ക് പെട്രോളൊക്കെ ഒഴിച്ച് ഇങ്ങനെ ലൈറ്ററുമായിട്ട് നിന്നു. അബദ്ധത്തിൽ ഈ തീയെ മേത്ത് ചാടി ഒത്തിരി പൊള്ളലേറ്റ് 3 ദിവസം കൊണ്ട് ഈ ഭാര്യ മരിക്കുന്നു. ഇതിൻ്റെ ഈ ഷോക്കില് ഭർത്താവ് 2 വർഷം ഇങ്ങനെ നടന്ന് അവസാനം വലിയൊരു രോഗബാധിതനായി അയാളും മരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ 5 വയസ്സുള്ള മകൾ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ ജീവിക്കുന്നു. ഗ്രാൻഡ് പേരൻസും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു പോകുന്നു. ഞാൻ ഈ വീട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തിനോട് ചോദിച്ചു, ഇപ്പോൾ ആരാണ് വീട്ടിലുള്ളത് എന്ന്. അപ്പോൾ പറഞ്ഞു, ആ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി ആ കുട്ടി അത് ഭൂമി വീട്ടിൽ ഇപ്പോൾ MSc പഠിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതം മാറി മറിഞ്ഞു. പക്ഷേ അതിന് പകരം ആ ഭാര്യ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കൈവിരിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായേനെ. നമ്മൾ ക്രിസ്ത്യാനികളാണ്, അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളിതെപ്പോഴും പ്രാർത്ഥിക്കണം. ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ, ഇത്തിരി റൊമാൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. 30 വയസ്സ് കഴിഞ്ഞ് നമ്മളെ കടമകളൊക്കെ തീർത്തിട്ട് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആയ കാലത്ത് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നമുക്കുണ്ടാവുന്ന കുട്ടിയുടെ പ്രായത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. എന്നിട്ടോ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ റൊമാൻസ് ഇല്ല. ഭർത്താക്കന്മാർ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടി സിനിമയും നോവലും വാരികളും ഒക്കെ വായിച്ച് അവളൊരു ഫാന്റസി ലോകത്തിൽ നിന്ന് ജീവിച്ചു വളർന്നവളാണ്. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവളോട് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഭർത്താവ് നീ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതത്തിലേക്കാണ് നിന്റെ ഭർത്താവ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന്. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, അവളെ മനസ്സിലാക്കുക. ഇടയ്ക്ക് അവൾക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുക. ഒരു നല്ല ഹോട്ടലിൽ ഒരു ദിവസം ഫുള്ളായി ഫുഡ് കഴിക്കുക. പുതിയ സ്ഥലങ്ങളിൽ കാണാൻ കൊണ്ടുപോവുക. ഇടയ്ക്ക് ഓരോ സർപ്രൈസുകളൊക്കെ അവൾക്ക് കൊടുക്കുക. ഇടയ്ക്ക് ഒരു ലോങ് ട്രിപ്പ് പോവുക. എന്നിട്ട് അവളിൽ നിന്ന് കുറച്ച് ദിവസം നമ്മൾ മാറി നിൽക്കണം. ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ടാക്കാനാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവളിൽ നമ്മളോട് ഒരു സ്നേഹം ഉണ്ടാവും. അവൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക്കും എടുക്കും. ഇങ്ങനെ ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു ഭാര്യയെ കൊണ്ടുവരാൻ സാധിച്ചാൽ അവരിൽ ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകും. പിന്നെ നിങ്ങളെ അഗാധമായി സ്നേഹിച്ചു തുടങ്ങും. തിരിച്ചു കിട്ടാത്ത സ്നേഹം
അത് ഹൃദയത്തിൻ്റെ വിങ്ങലാണെന്ന് ശോഭന ചേച്ചി പണ്ട് എവിടെയോ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആ സ്നേഹം തിരിച്ചു കൊടുക്കുക. അവസാനമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തീക്ഷ്ണമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാനൊരു വാക്യം പറയാം. ഡു ഇറ്റ് എവറി ഡേ വിത്തൗട്ട് എക്സ്ക്യൂസസ്. ഡു ഇറ്റ് എവറി ഡേ വിത്തൗട്ട് എക്സ്ക്യൂസസ്. ഇതൊരു സന്തോഷമായ കുടുംബജീവിതത്തിന് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു മരുന്നാണ്. ഈ മരുന്ന് നിങ്ങൾ നിർത്തിയാൽ രണ്ടു പേർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ മരുന്ന് എല്ലാ ദിവസവും ഒരു ദിനചര്യ പോലെ എടുക്കുക. ഭർത്താക്കന്മാർക്ക് ഇതൊരു സ്ട്രെസ് റിലീഫ് ആണെങ്കിൽ ഭാര്യമാർക്ക് ഇതൊരു ഹാപ്പി ഹോർമോൺ ഉണ്ടാകാനുള്ള മരുന്നാണ്. ഈ മരുന്നിന് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിലുള്ള പകുതി പ്രശ്നങ്ങളും ഈ എടുത്താൽ തീരും. ഈ മരുന്നിലൂടെ നിങ്ങൾ അറിയാതെ നിങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം ഉടലെടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഈ മരുന്നില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ വരും. അവസാനമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഭാര്യ ഭർത്താവ് സങ്കല്പം വിട്ട് നിങ്ങളുടെ പേരിനെ നിങ്ങളുടെ ബെസ്റ്റ് പാർട്ട്ണറാക്കാൻ ശ്രമിക്കുക. എന്തും തുറന്നു പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റിയായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം സുന്ദരമായി തീരും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, മാരേജിൽ രണ്ട് വ്യക്തികൾ ഒരു ശരീരമായി തീരുന്നത് പോലെ അവരവർക്ക് ദൈവം തന്നിരിക്കുന്ന ഭാര്യമാരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ അകമഴിഞ്ഞ് സ്നേഹിക്കുക എന്ന്. കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.